ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ബോറടിച്ച് പണ്ടാരടങ്ങിയിരുന്നൊരു ദിവസമായിരുന്നു. ചില ദിവസങ്ങളൊക്കെ അങ്ങനെയല്ലേ, നമുക്ക് കടന്നു പോകാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നതും നമുക്ക് പുറത്ത് പോകാമെന്ന് പറയലും പോവലും എല്ലാം ഒരുമിച്ചായിരുന്നു. ഞങ്ങളുടെ യാത്രകളൊക്കെ തികച്ചും അൺപ്ലാനഡ് ആയിട്ടുള്ള യാത്രകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്നൊന്നുമില്ല, നേരെ വണ്ടി എടുക്കുക, പോവുക. വണ്ടി എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടേക്ക് പോകും. ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് നമ്മുടെ സ്വന്തം കടമക്കുടിയിലേക്കാണ്. കടമക്കുടി അവിടേക്കാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ചേച്ചിയുണ്ട്. ആളുടെ തട്ടുകടയിൽ നല്ല അസൽ കപ്പയും പോട്ടിയും കിട്ടും. അങ്ങനെ അവിടെ നിന്ന് അത് കഴിച്ച് പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് നമ്മൾ കഴിച്ച് നേരെ വണ്ടി എടുത്തു. അവിടുന്ന് വീട്ടിൽ പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വണ്ടി ലെഫ്റ്റിലേക്ക് എടുക്കണോ റൈറ്റിലേക്ക് എടുക്കണോ എന്ന് പറഞ്ഞപ്പോൾ റൈറ്റിലേക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് നേരെ പോയത് നമ്മുടെ സ്വന്തം ഡെക്കാത്തലോണിലേക്കാണ്. അങ്ങനെ ഡെക്കാത്തലോണിലും കണ്ടത് അത്യാവശ്യം നല്ല ഇൻസ്പിറേഷൻ നമുക്ക് തോന്നുന്ന ഒരു ചേട്ടൻ. വോളിബോൾ കളിക്കുകയാണ്, വീൽ ചെയറിലാണ്. പക്ഷേ നല്ല എൻജോയ് ചെയ്താട്ടോ കളിക്കുകയും അവിടെയുള്ള ആളുകളോടൊക്കെ നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും അവർക്കൊക്കെ ഫോട്ടോക്ക് പോസ് ചെയ്യുകയും അങ്ങനെ ഒത്തിരി പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ പോയി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അറിയാത്ത ആളുകളോട് സംസാരിക്കാൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് സംസാരിച്ചില്ല. പക്ഷേ ഞാൻ ആളെ കണ്ട് ഞാനും എൻജോയ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നേരെ അകത്തോട്ട് കയറിയിട്ട് കുറേ കുട്ടികളൊക്കെ സൈക്കിൾ ഓടിക്കുകയും അവിടെ ക്യാരംസ് കളിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് വെറുതെ കയറി അവിടെ പോയിട്ട് എല്ലാത്തിൻ്റെയും വിലയും വിവരങ്ങളും എല്ലാം അന്വേഷിച്ചു. എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ പർച്ചേസ് ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ആളുകൾ വരാറുള്ളത് സാധനങ്ങൾ വാങ്ങിക്കാനായിരിക്കില്ല. ഇങ്ങനെ നടന്ന് സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി ഒന്ന് എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചു. സൗണ്ട് ഇപ്പോഴും റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ചായ ഇപ്പോഴും നിർത്തിയിട്ടുമില്ല. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ലൊരു ചായയും കുടിച്ച് രാത്രി നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. അങ്ങനെയായിരുന്നു ഇന്നലെ ഒരു ദിവസം. താങ്ക്